So staircase design ഒരു numerical problem നമുക്ക് solve ചെയ്യാം. Design a dog-legged staircase for an office building. Height between floors is equal to 3.20 meters. Rise is equal to 160 millimeter. Tread is equal to 270 millimeter. Width of flight is equal to width of landing equal to 1.25 meter. Given live load is equal to 5 kilonewton per meter square, finished load is equal to 0.60 kilonewton per meter square. Use M20 concrete and Fe 415 steel. So ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം? നമ്മൾ തിയറി പഠിച്ചത് പ്രകാരം ആദ്യം സ്റ്റെയർ കേസ് ഡിസൈനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ജോമെട്രിക് പ്രൊപ്പോർഷനിങ് ഓർ ഡിറ്റർമിനേഷൻ ഓഫ് geometric parameters. അപ്പോൾ സ്റ്റെയർ കേസിൽ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ റൈസ് തന്നിട്ടുണ്ട്. റൈസ് ഈസ് ഈക്വൽ ടു 160 millimeter ആണ്. സോ ഇറ്റ് ഈസ് 0.16 meters. ട്രെഡ് തന്നിട്ടുണ്ട്. Tread is 270 millimeters, that is 0.27 meters. അടുത്ത തന്നിട്ടുള്ളത് ഹൈറ്റ് ബിറ്റ്വീൻ ഫ്ലോർസ്. സോ ഹൈറ്റ് ബിറ്റ്വീൻ ഫ്ലോർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർഫസ് ടു സർഫസ് ആണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഹൈറ്റ് ബിറ്റ്വീൻ ഫ്ലോർസ് ഈസ് ഗിവൺ ആസ് 3.20 meters. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് റൈസേഴ്സ് കണ്ടുപിടിക്കാം. സോ നമ്പർ ഓഫ് റൈസേഴ്സ്, ദിസ് മീൻസ് നമ്പർ ഓഫ് റൈസേഴ്സ് ഫോർ ദിസ് സ്റ്റെയർ കേസിലും മൊത്തത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് റൈസേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ദ ഹൈറ്റ് ബിറ്റ്വീൻ ഫ്ലോർസ് ദറ്റ് ഈസ് 3.20 ഡിവൈഡഡ് ബൈ ഒരു റൈസിൻ്റെ ഹൈറ്റ് ദറ്റ് ഈസ് 0.16. ഇത് എത്ര കിട്ടും? ദിസ് വിൽ ഗിവ് യു 20. സോ 20 റൈസേഴ്സാണ് നമുക്ക് ഈ സ്റ്റെയർ കേസിന് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ പരമാവധി ഒരു ഫ്ലൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന പരമാവധി എത്രയാണ്? 12 numbers ഓഫ് റൈസേഴ്സ്. സോ നമുക്ക് ഇവിടെ 2 ഫ്ലൈറ്റ് കൊടുക്കാം. സോ therefore take 2 flights of stairs, each with 20 divided by 2 is equal to 10 risers. ഓക്കെ, ഓരോന്നിലും 20 റൈസർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഓരോന്നിലും 10 റൈസർ വെച്ചിട്ടാണ് 2 ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൽ ഓരോ ഫ്ലൈറ്റിനും 10 റൈസർ ആണെങ്കിൽ ഈച്ച് ഫ്ലൈറ്റ് വിൽ ഹാവ് ഹൗ മെനി ട്രെഡ്സ്? So number of treads for each flight implies number of treads in each flight is equal to number of risers in each flight minus 1. Okay, ഇത് നമ്മൾ പഠിച്ചതാണ്. 10 minus 1 is equal to 9. So 9 number of treads shall be provided for each flight. Okay, ഇനി ലെങ്ത് ഓഫ് ലാൻഡിങ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് ലാൻഡിങ് ഈസ് 1.25 meters ആൻഡ് വിഡ്ത്ത് ഓഫ് ഫ്ലൈറ്റ് ഈസ് ഓൾസോ 1.25 meters. രണ്ടും ഒരേ വാല്യൂ തന്നെയാണ്. സോ അത് വെച്ചിട്ട് നമുക്കൊരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് എ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസ്. സോ ഈച്ച് ഡോഗ് ലെഗ്സ് വിൽ ഹാവ് 9 number of treads. അപ്പോൾ അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും 2 എൻഡ്സിലും 2 ലാൻഡിങ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ലാൻഡിങ് വരച്ചിട്ട് അതിൽ നമുക്ക് ഒരു ഫ്ലൈറ്റിൽ എത്ര റൈസറാണുള്ളത്? 10 റൈസേഴ്സും 9 ട്രെഡ്സും ആണുള്ളത്. സോ 1 റൈസർ 1 ട്രെഡ്, സെക്കൻഡ് റൈസർ second tread, third riser, third tread, fourth riser, fourth tread, fifth riser, fifth tread, sixth riser, sixth tread,
7th riser, 7th tread, 8th riser, 8th tread, 9th riser, 9th tread, and 10 risers ആണുള്ളത്. 10th riser പ്രൊവൈഡ് ചെയ്യുക, എന്നിട്ട് റിമൈനിങ് ഈസ് ലാൻഡിങ്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് വേസ്റ്റ് സ്ലാബ് പ്രൊവൈഡ് ചെയ്ത് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമ്മളിപ്പോൾ വരച്ചത്. ഓക്കെ, ക്രോസ് സെക്ഷൻ ഫൈൻ. രണ്ട് എൻസിലും നമുക്ക് വാൾ സപ്പോർട്ട്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. പ്രൊവൈഡ് ചെയ്യുക വാൾ സപ്പോർട്ട്സ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി വാൾസ് ത്രൂ ഔട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ത്രൂ ഔട്ട്, ഇവിടെയും മുകളിലും ത്രൂ ഔട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നോക്കേണ്ട കാര്യം, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഡീറ്റെയിൽസും നമ്മൾ കണ്ടുപിടിച്ച ഡീറ്റെയിൽസ് ഇവിടെ മാർക്ക് ചെയ്യണം. സോ എന്തായാലും ഒരു ട്രെഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എത്രയാണ്, ഒരു ട്രെഡ് ഈസ് 0.27 meters, ആൻഡ് ഒരു റൈസ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഈസ് ഇറ്റ്, അതെല്ലാം മാർക്ക് ചെയ്യുക, 0.16 meters. ഓക്കെ, കറക്റ്റ്. ഇനി ലാൻഡിങ് സ്ലാബിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ലാൻഡിങ് സ്ലാബ് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് നമ്മുടെ സപ്പോർട്ട് വാളിൻ്റെ ഇൻസൈഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് 1.25 meters. ദിസ് ഈസ് 1.25 meters. ഓക്കെ, ഫൈൻ. ഇനി again this is also 1.25. ഈ ലാൻഡിങ് സ്ലാബിൻ്റെ this is also 1.25 meters. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് സ്ട്രക്ചറൽ പാരാമീറ്റേഴ്സ് ആണ്. അതിനുവേണ്ടി ഇഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ ഇഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ വി ഷുഡ് നോ ദ width of the masonry support. So let us assume, ഇവിടെ അസ്യൂം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് അസ്യൂം ചെയ്യേണ്ടത്, അസ്യൂം masonry wall supports of width 230 millimeters or 23 centimeters. അതിവിടെ മാർക്ക് ചെയ്യുക. that is 0.23 meters. ഇവിടെയും അതുപോലെ this is 0.23 meters. ഫൈൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇഫക്റ്റീവ് ലെങ്ത് ആണ്. ഇഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാൻ രണ്ട് ടൈപ്സ് ഓഫ് സ്റ്റെയർസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, ഇഫ് ദ ലാൻഡിംഗ് സ്ലാബ് സ്പാൻസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ സ്റ്റെയർസ് ആണെങ്കിൽ നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് ആണെന്നാണ് IS കോഡ് പറയുന്നത്. അത് നമ്മൾ പഠിച്ചതാണ്. സോ നമ്മൾ ഈ സ്റ്റെയർ കേസ് ആ കാറ്റഗറിയിൽ പെടുന്നതാണെന്നും അസ്യൂം ചെയ്യും. സോ അസ്യൂം, സിൻസ് നത്തിങ് എൽസ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, അസ്യൂം ദാറ്റ് the landing slab spans in the same direction of the stairs. Same direction of the stairs. ഇത് നമ്മുടെ മേജർ അസംപ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ only if this is the case, then the center to center distance between the support will become the effective length. ഇതിനെയാണ് ഇഫക്റ്റീവ് ലെങ്ത് എന്ന്, ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ഇഫക്റ്റീവ് സ്പാൻ. സോ നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് ഇഫക്റ്റീവ് സ്പാൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ കണ്ടുപിടിച്ച ജോമെട്രിക് പാരാമീറ്റേഴ്സിൽ നിന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റണം. എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്? നമുക്കറിയാം ദിസ് മച്ച് ഈസ്, ഇത് എത്രയാണെന്നറിയാം. What is this? ഇത് എത്രയാണ്? This is 1.25 meters. Okay, and we know this is also 1.25. Okay, so this is also 1.25. This much ആണ് 1.25.
Okay, this is half the wall width. That's why we mention it. How much is this? This is known as the length of going, the horizontal projection of the flight of steps. This flight of steps in the horizontal projection on length of going. So how much is it? എത്രയാണ് നമുക്ക് ഓരോ ട്രെഡ് എത്ര ഉണ്ടെന്ന് അറിയാമെങ്കിൽ, സോ വാട്ട് ഈസ് വൺ ട്രെഡ് ഈസ് 0.27 മീറ്റേഴ്സ്. അങ്ങനെ എത്ര ട്രെഡാണ് ഈ ഫ്ലൈറ്റിലുള്ളത്? ഹൗ മെനി ട്രെഡ്സ് നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദാറ്റ് ഈസ് 9. സോ ദിസ് ഈസ് നമ്പർ ഓഫ് ട്രെഡ്സ്. 9 ട്രെഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ, 9 into 1 tread is 0.27 meters, which is equal to നമുക്ക് എത്ര കിട്ടും? 2.43 എന്ന് കിട്ടും. 2.43 meters. 9 into 0.27 is equal to 2.43 meters. ഓക്കെ, സോ ഇതിൽ നിന്ന് ഇഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കണം. സോ ഇഫക്റ്റീവ് സ്പാൻ എത്രയാണ്? യു കാൽക്കുലേറ്റ് ഇറ്റ്. ഇറ്റ് ഈസ് 1.25 plus 1.25 plus 2.43. 1.25 plus 1.25 plus 2.43 plus കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇഫക്റ്റീവ് സ്പാൻ ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഈ സപ്പോർട്ടിൻ്റെ ഹാഫ് വിഡ്ത്തും ഈ സപ്പോർട്ടിൻ്റെ ഹാഫ് വിഡ്ത്തും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, സോ ഹാഫ് പ്ലസ് ഹാഫ്, ദാറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് വൺ സപ്പോർട്ട്, ദാറ്റ് ഈസ് 0.23. ഓക്കെ, so if you calculate it, you will get the effective span is equal to 5.16 meters. 5.16 meters എന്ന് കിട്ടും. ഓക്കെ ഓക്കെ ഇനി അടുത്ത നമ്മുടെ ഒബ്ജക്റ്റീവ് സ്ട്രക്ചറൽ പാരാമീറ്റേഴ്സ് ഡിസൈൻ ചെയ്യണം. സ്ട്രക്ചറൽ പാരാമീറ്റേഴ്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. വി ജസ്റ്റ് ഹാവ് ടു ഡിസൈൻ ഇറ്റ് ലൈക്ക് എ വൺ-വേ സ്ലാബ്. വൺ-വേ സ്ലാബ് ഡിസൈൻ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൺ-വേ സ്ലാബിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് വൺ-വേ സ്ലാബ് ഈസ് ഡിസൈഡിങ് ഓർ ഫൈൻഡിങ് ദ ഡെപ്ത്. ഡെപ്ത് ഓഫ് സ്ലാബ്. ഓക്കെ, ഫൈൻഡിങ് ദ ഡെപ്ത് ഓഫ് സ്ലാബ്. എങ്ങനെയാണ് ഡെപ്ത് ഓഫ് സ്ലാബ് കണ്ടുപിടിച്ചിരുന്നത്? നമുക്ക് അറിയാം, ഇഫക്റ്റീവ് സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് should be less than or equal to 20 times modification factor. മോഡിഫിക്കേഷൻ ഫാക്ടർ എത്രയായിരുന്നു വൺ വേ സ്ലാബിൽ? ഇറ്റ് ഈസ് ഈക്വൽ ടു 1.25. ഓക്കെ, ഇഫക്റ്റീവ് സ്പാന് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചതാണ്. ഇഫക്റ്റീവ് സ്പാന് നമുക്കിപ്പോൾ കിട്ടി 5.16 meters. ഇറ്റ് ഈസ് ഈക്വൽ ടു 5160 millimeters. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ് 5160 ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ഇഫക്റ്റീവ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 20 into 1.25, or else you get d is greater than or equal to d നെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോവുക, ഈ റൈറ്റ് സൈഡിലുള്ള ടേംസിനെ ലെഫ്റ്റ് സൈഡിലും കൊണ്ടുവരിക. സോ 5160 ഡിവൈഡഡ് ബൈ 20 into 1.25. സോ ഇത് എത്ര കിട്ടും? സോ യു വിൽ ഗെറ്റ് d is greater than or equal to 206 millimeter എന്ന് കിട്ടും. ഓക്കെ, സോ ഐ ആം take d is equal to ഞാനൊരു 235 millimeter ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. ആൻഡ് അതിൻ്റെ കൂടെ ഐ ആം ടേക്കിംഗ് ഇഫക്റ്റീവ് കവർ ഈസ് ഈക്വൽ ടു 25 millimeter അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എംപ്ലോയ്സ് ഓവറോൾ സ്ലാബ് ഡെപ്ത് ക്യാപിറ്റൽ D ഈസ് ഈക്വൽ ടു 235 പ്ലസ് 25 ഈസ് ഈക്വൽ ടു 260 millimeter. സോ ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബ് 260 millimeter ആണെന്ന് ഞാൻ എടുത്തേക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഫൈൻഡിങ് ദി ഇഫക്റ്റീവ് സ്പാൻ ഓഫ് ദ വൺ വേ സ്ലാബ് ആയിരുന്നു. ഇപ്പോൾ സ്റ്റെയർ കേസ് ആണെങ്കിലും നമ്മൾ ഈ പ്രൊസീജിയറിന് യാതൊരു വ്യത്യാസം വരുത്തേണ്ട, അതുപോലെ തന്നെ ചെയ്യുക. സോ ഫൈൻഡ് ദ ഇഫക്റ്റീവ് സ്പാൻ. ഫൈൻഡ്
effective span. Okay, effective span നമുക്കറിയാം, it is the minimum of center to center distance between supports or clear span plus d. അല്ലേ? center to center distance between supports or clear span plus d. center to center distance between supports നമുക്ക് കിട്ടി 5.16 meters എന്ന് കിട്ടി, അല്ലേ? ഇനി ക്ലിയർ സ്പാൻ പ്ലസ് ഡി വേണം. നമുക്ക് നമ്മുടെ ഫിഗറിൽ ക്ലിയർ സ്പാൻ അറിയാം. ഫിഗറിൽ നമുക്ക് ക്ലിയർ സ്പാൻ എത്രയെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കുക, ക്ലിയർ സ്പാൻ ആണ് 1.25 പ്ലസ് 2.43 പ്ലസ് 1.25. അതാണ് ക്ലിയർ സ്പാൻ. ഓക്കെ, 1.25 പ്ലസ് 2.43 പ്ലസ് 1.25 പ്ലസ് അതിൻ്റെ കൂടെ ഇഫക്റ്റീവ് ഡെപ്തും കൂടെ ആഡ് ചെയ്യുക. ഇഫക്റ്റീവ് ഡെപ്ത് നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 0.235. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് 5.165 meters എന്ന് കിട്ടും. സോ വിച്ച് ഈസ് എ സ്മോളർ among these? ഇറ്റ് ഈസ് 5.16 meters. സോ ഇഫക്റ്റീവ് സ്പാൻ ഈസ് ഫൈനലൈസ്ഡ്. അങ്ങനെ ഇഫക്റ്റീവ് സ്പാൻ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ് ബൈ ദ ബീമാണ്, സ്ലാബാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? സോ മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ്, മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ് കണ്ടുപിടിക്കുക. എം യു കണ്ടുപിടിക്കുന്നതായിരുന്നു അടുത്ത ഒബ്ജക്റ്റീവ്. നമ്മളതും എങ്ങനെ ചെയ്യണമെന്ന് നോക്കണം. സോ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ലോഡ് കാൽക്കുലേഷൻ നമ്മൾ പഠിച്ച പ്രകാരം ലാൻഡിങ്ങിന് പ്രത്യേകം, ഗോയിങ്ങിന് പ്രത്യേകം, അങ്ങനെയാണ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആദ്യം ലോഡ് ഓൺ ഗോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ലോഡ്സ് ഓൺ ഗോയിങ്, അതിനകത്ത് ഫസ്റ്റ് ഡെഡ് ലോഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെഡ് ലോഡ് ഓഫ് വേസ്റ്റ് സ്ലാബിൻ്റെ ഡെഡ് ലോഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേസ്റ്റ് സ്ലാബിൻ്റെ ഡെഡ് ലോഡ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ദ യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ്, ദാറ്റ് ഈസ് 25 kilonewton per meter cube ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദ സ്ലാബ് സ്ട്രിപ്പ്. സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എത്രയാണ്? സ്ട്രിപ്പ് എപ്പോഴും 1 meter സ്ട്രിപ്പിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലേ? ഇനി ഇൻറ്റു ഡെപ്ത് ഓഫ് ദ സ്ലാബ്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്ത് ഡെപ്താണ്? ഓവറോൾ ഡെപ്താണ് എടുക്കേണ്ടത്. സോ ഇറ്റ് ഈസ് 0.26 meters. ഇനി വേസ്റ്റ് സ്ലാബ് ഇൻക്ലൈൻഡ് സ്ലാബാണ്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? വേസ്റ്റ് സ്ലാബ് ഒരു ഇൻക്ലൈൻഡ് സ്ലാബ് ആയതുകൊണ്ട് ദിസ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ദ റേഷ്യോ ഓഫ് ദ ഇൻക്ലൈൻഡ് ലെങ്ത് ഡിവൈഡഡ് ബൈ ട്രെഡ്. ഓക്കെ, ഇൻക്ലൈൻഡ് ലെങ്ത് ഡിവൈഡഡ് ബൈ ട്രെഡും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ അതിന് ഇൻക്ലൈൻഡ് ലെങ്ത് അറിയണം. നമുക്ക് സ്റ്റെപ്പ് വരയ്ക്കാം. സ്റ്റെപ്പ് ഒരു ട്രയാങ്കുലർ എലമെൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, സ്റ്റെപ്പിൽ വാട്ട് ഈസ് റൈസ്? ഇറ്റ് ഈസ് 160 millimeter ആണ്. ഓക്കെ, ഫൈൻ. ആൻഡ് ദിസ് ഈസ് 270 millimeter ട്രെഡ്. അങ്ങനെയാണെങ്കിൽ ഇൻക്ലൈൻഡ് ലെങ്ത് എത്രയാണ്? ഇറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് 160 square പ്ലസ് 270 square. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇറ്റ് ഈസ് ഈക്വൽ ടു 314 millimeter എന്ന് കിട്ടും. ഓക്കെ, സോ ഇൻക്ലൈൻഡ് ലെങ്ത് ഈസ് 314 millimeter. സോ ദിസ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 314 ഡിവൈഡഡ് ബൈ ട്രെഡ് ഈസ് 270. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇതെല്ലാം മീറ്ററിലാണ് എഴുതിയത്, ഇത് മില്ലിമീറ്ററിലാണ് എഴുതിയത്. പക്ഷെ പേടിക്കാനില്ല, ഇൻക്ലൈൻഡ് ലെങ്ത് മില്ലിമീറ്റർ ആയതുകൊണ്ട് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത ട്രെഡ് വാല്യൂവും ഞാൻ മില്ലിമീറ്ററിൽ തന്നെയാണ് എഴുതിയത്. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആയി. രണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള വാല്യൂസിന് ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, സോ ഇഫ് യു സോൾവ് ദിസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഈക്വൽ ടു 7.56 kilonewton per meter. ഓക്കെ, അപ്പോൾ വേസ്റ്റ് സ്ലാബിൻ്റെ ലോഡ് ആയിട്ടുണ്ട്.
ഓക്കെ, ഗോയിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ എലമെൻ്റാണ് വേസ്റ്റ് സ്ലാബ്. ഇനി ഗോയിങ്ങിൽ വരുന്ന മറ്റൊരു സ്ട്രക്ചറൽ എലമെൻ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ്. സ്റ്റെപ്പിൻ്റെ ഡെഡ് ലോഡും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റെപ്സും നമുക്ക് കോൺക്രീറ്റ് കൊണ്ട് തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഫോർമുല തന്നെ ഉപയോഗിക്കാം. 25 kN/m3 യൂണിറ്റ് വെയ്റ്റ് ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദ സ്ട്രിപ്പ് ദാറ്റ് ഈസ് 1 meter ഇൻറ്റു ഡെപ്ത് ഓഫ് സ്റ്റെപ്പ് ഓർ ആവറേജ് തിക്നെസ് ഓഫ് ദ സ്റ്റെപ്പ്. ആവറേജ് തിക്നെസ് ഓഫ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈസ്ഡ് ബൈ 2 എന്നാണ് പഠിച്ചത്. സോ റൈസ് ഈസ് 0.16 meters by 2. Okay, so if you substitute this you will get it as 2 kN/m. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലോഡ് ഓൺ ദ ഗോയിങ്, ഡെഡ് ലോഡ്സ് എടുത്തു. ഗോയിങ്ങിൽ 2 പാർട്സാണുള്ള, വേസ്റ്റ് സ്ലാബും സ്റ്റെപ്സും. ഓർത്തിരിക്കുക, ലാൻഡിങ് സ്ലാബ് ഇതിനകത്ത് വരില്ല. ഗോയിങ്ങിനകത്ത് ലാൻഡിങ് സ്ലാബ് വരില്ല. അപ്പോൾ ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ലൈവ് ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. WLL തന്നിട്ടുണ്ട്. എത്രയാണ്? ഇറ്റ് ഈസ് ഗിവൺ ആസ് 5 kN/m² ആണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ 1 meter സ്ട്രിപ്പിന് വേണം ചെയ്യാൻ. സോ ഇൻറ്റു 1 meter വിൽ ഗിവ് യു 5 kN/m എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി W ഫിനിഷ് ലോഡ് ഇറ്റ് ഈസ് 0.6 kN/m² ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇൻറ്റു 1 meter സ്ട്രിപ്പ് വിൽ ഗിവ് യു 0.6 kN/m. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ലോഡ് ഓൺ ഗോയിങ്. WGOING ഇതെത്ര കിട്ടും? 15.16 kN/m എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ഫാക്ടേർഡ് ലോഡ് ഓൺ ഗോയിങ് ആക്കി മാറ്റണം. സോ ഫാക്ടേർഡ് ലോഡ് ഓൺ ഗോയിങ് WU ഗോയിങ് ഫാക്ടർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 1.5. സോ 15.16നെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഫാക്ടർ ചെയ്യാൻ, ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 22.74 kN/m. 22.74 kN/m. അപ്പോൾ ലോഡ് ഓൺ ഗോയിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ. ലോഡ് ഓൺ ലാൻഡിങ്, ലാൻഡിങ്ങിലെ ഡെഡ് ലോഡ് നമുക്ക് കണ്ടുപിടിക്കാം. വളരെ ഈസിയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ 25 kN/m³ ഇൻറ്റു 1 meter സ്ട്രിപ്പ് ഇൻറ്റു ഡെപ്ത് ഓഫ് സ്ലാബ്. ഡെപ്ത് ഓഫ് സ്ലാബ് ലാൻഡിങ്ങിലും ഗോയിങ്ങിലും വേസ്റ്റ് സ്ലാബിൻ്റെ തിക്നെസ്സിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് സെയിം സ്ലാബ് ഡെപ്ത് തന്നെ ചൂസ് ചെയ്യുക. ദാറ്റ് ഈസ് 0.26. ഓക്കെ, സോ ഇതെത്ര കിട്ടും? 6.5 kN/m എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി ഇപ്പോൾ ഡെഡ് ലോഡായി. ഇനി ലാൻഡിങ്ങിൽ വേറെ ഡെഡ് ലോഡ്സ് ഒന്നുമില്ല. നെക്സ്റ്റ് ഈസ് ലൈവ് ലോഡ് ഓൺ ലാൻഡിങ്. ലൈവ് ലോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 5 kN/m². ഫോർ 1 meter wide strip you will get it as 5 kN/m. Okay, similarly finished load FL is equal to 0.60 kN/m². For 1 meter wide strip you will get it as 0.6 kN/m. And total load on landing W landing is equal to total ഇത് നോക്കുക എത്ര കിട്ടും? 12.1 kN/m. ഫൈൻ, ഇതിനെയും ഫാക്ടർ ചെയ്യാം. ഫാക്ടേർഡ് ലോഡ് ഓൺ ലാൻഡിങ് WU ലാൻഡിങ് എത്ര കിട്ടും? 1.5 times 12.1. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 18.15 എന്ന് കിട്ടും. 18.15 kN/m. ഓക്കെ,
So factored load on going and factored load on landing നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഫിഗർ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് ദ ഫിഗർ. ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ പഠിച്ചത് പ്രകാരം ഇതിനെ വെറുതെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബായിട്ട് അസ്യൂം ചെയ്യാവുന്നതാണ്, അല്ലേ? സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണെന്ന് അസ്യൂം ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള പരമാവധി മൊമെൻറ്റ് എങ്ങനെയാണെന്നുള്ള കണ്ടുപിടിക്കാൻ ഒരു സ്ലാബായിട്ട് തന്നെ ഇതിനെ വരയ്ക്കുക. ഓക്കെ, ഇതിനെ ഒരു സ്ലാബ് പോലെ വരച്ചിട്ട് ഇതിൻ്റെ ലോഡ് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സെൻറ്റർ ലൈൻ വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, സെൻറ്റർ ലൈൻ വെച്ച് വരയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ ഇതുവരെ ലാൻഡിങ്, ഇത്രയും ലാൻഡിങ്, ഇതിന് നടുക്കുള്ള പോർഷനാണ് ഗോയിങ്ങിൽ ലോഡ് നമുക്ക് അറിയാം. ഗോയിങ്ങിൽ നമ്മൾ കണ്ടുപിടിച്ച ലോഡ് എത്രയാണ്? ദാറ്റ് ഈസ് 22.74 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. പക്ഷേ ലാൻഡിങ്ങിൽ ഇറ്റ് ഈസ് 18.15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഏറ്റവും കൂടുതൽ ഗോയിങ്ങിലാണ്. അപ്പോൾ ഗോയിങ്ങിൽ UDL വരയ്ക്കുക. സോ that is WU going 22.74 kilonewton per meter. ഇനി ലാൻഡിങ്സിൽ ചെറിയ UDL ആണ്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സ്മോളർ. ഓക്കെ, WU landing is 18.15 kilonewton per meter. Here also it is 18.15 kilonewton per meter. Okay, so this looks like a simply supported beam. Okay, fine. ഇനി നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സ്പാൻ അറിയാം. സ്പാൻ ഈസ് നത്തിങ് ബട്ട് ദ ഇഫക്റ്റീവ് സ്പാൻ 5.16 meters. ഓക്കെ, ഇതിൽ ഗോയിങ്ങിൻ്റെ ലെങ്ത് നമുക്കറിയാം. ഇറ്റ് ഈസ് 2.43 meters. 2.43 meters. And we should find this length and this length. Okay, അതെങ്ങനെ കിട്ടും? 5.16 ന്ന് 2.43 സബ്ട്രാക്ട് ചെയ്യുക. The answer that you get should be divided by 2. അപ്പോൾ രണ്ടിടത്തും ഈക്വലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഹിയർ. ഇവിടെ നോക്കുക, 5.16 മൈനസ് 2.43 ചെയ്തു. എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 1.365 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ഗിവ് ഹിയർ. 1.365 meters and 1.365 meters. ഓക്കെ, ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഉണ്ടാകുന്നത് മിഡ് സ്പാനിലാണ്. ഓക്കെ, ആൻഡ് മിഡ് സ്പാൻ ലെങ്ത് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? സോ അതും കണ്ടുപിടിച്ച് വയ്ക്കുക. ദാറ്റ് ഈസ് 5.16 ഡിവൈഡഡ് ബൈ 2. 5.16 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2.58 meters. 2.58 meters എന്ന് കിട്ടും. ഓക്കെ, നൗ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് മിഡ് സ്പാനിലാണ്. മിഡ് സ്പാനിൽ മൊമെൻറ്റ് കിട്ടണമെങ്കിൽ ആ മിഡ് സ്പാൻ തൊട്ട് ഏതെങ്കിലും ഒരു എൻഡ് വരെയുള്ള എല്ലാ ലോഡ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൽ നമുക്ക് അറിയാത്തൊരു കാര്യമാണ് ഈ സപ്പോർട്ട് റിയാക്ഷൻസ് അറിയില്ല. സോ യു ഹാവ് ടു ഫൈൻഡ് ദ സപ്പോർട്ട്സ്. എങ്ങനെയാണ് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക? സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ടോട്ടൽ ലോഡ് ഓൺ ദിസ് ബീം കണ്ടുപിടിക്കുക ആൻഡ് ഡിവൈഡഡ് ബൈ 2. പകുതി റിയാക്ഷൻ ഇതും പകുതി റിയാക്ഷൻ ഈ എൻഡും ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതൊരു സിമെട്രിക് ലോഡിംഗ് ആണ്. ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. സോ സപ്പോർട്ട് റിയാക്ഷൻസ് ഇവിടെ കണ്ടുപിടിച്ച് വയ്ക്കുക. സപ്പോർട്ട് റിയാക്ഷൻസ് ഈസ് ഈക്വൽ ടു, കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓരോ ലോഡ് പെർ മീറ്റർ ലെങ്ത് ആണ്, അത് അപ്ലൈ ചെയ്യുന്ന ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ദീസ് ആർ UDL. സോ 18.15 ഇൻറ്റു 1.365 പ്ലസ് അടുത്ത ലോഡ് 22.74 ഇൻറ്റു 2.43
പ്ലസ് അടുത്ത പിന്നെയും 18.15 ഇൻറ്റു 1.365. അപ്പോൾ ടോട്ടൽ ലോഡായി ഡിവൈഡഡ് ബൈ 2. അതാണ് സപ്പോർട്ട് റിയാക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 18.15 ഇൻറ്റു 1.365 പ്ലസ് 22.74 ഇൻറ്റു 2.43 പ്ലസ് 18.15 ഇൻറ്റു 1.365 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 52.4 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദ സപ്പോർട്ട് റിയാക്ഷൻ. 52.40 കിലോ ന്യൂട്ടൺ ഈസ് ദ സപ്പോർട്ട് റിയാക്ഷൻ. അപ്പോൾ അതും കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. 52.40 കിലോ ന്യൂട്ടൺ. 52.40 കിലോ ന്യൂട്ടൺ ആണ് സപ്പോർട്ട് റിയാക്ഷൻ. ഇനി മിഡ് സ്പാനിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. സോ മൊമെൻറ്റ്, മാക്സിമം മൊമെൻറ്റ് ഹിയർ ഈസ് അറ്റ് മിഡ് സ്പാൻ. therefore അതാണ് mu. mu ഈസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് മിഡ് സ്പാനിൽ ഒരു സെക്ഷൻ എടുക്കുക. ആ സെക്ഷനിൽ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ലോഡ്സും ഈ പോയിന്റുമായിട്ടുള്ള മൊമെൻ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദ ലോഡ് ഓർ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ്. ഓക്കെ, ഈ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിൻ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം സപ്പോർട്ട് റിയാക്ഷൻ എടുക്കുക. എന്ത് മൊമെൻ്റ് ആണ് ഈ പോയിന്റിൽ? സപ്പോർട്ട് റിയാക്ഷൻ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണെന്ന് എടുക്കാം. 52.40 ഇൻറ്റു ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 2.58. ലെറ്റ് മീ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവായിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റ് യു ഡി എല്ലാം ഇവിടെ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതെല്ലാം നെഗറ്റീവ് ടേംസ് ആണ്. ഓക്കെ, യു ഡി എൽ എന്ന് പറയുമ്പോൾ 18.15 ഇൻറ്റു 1.365, 18.15 ഇൻറ്റു 1.365 ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിൻ്റ് ആണ്. ഈ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോഡ് അപ്ലൈ ചെയ്യുന്ന സെൻറ്റർ തൊട്ട് ഈ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ലോഡിൻ്റെ ഈ അറ്റം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 2.58 ആണ്. അതിൽ നിന്ന് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസിൻ്റെ പകുതി എടുത്താൽ മതി. സോ ഇൻറ്റു 2.58, അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 1.365യുടെ ഹാഫ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. 1.365/2 ആണ് ആ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ യു ഡിയിൽ എടുക്കുക. അതും നെഗറ്റീവ് ടേം വെച്ച് എഴുതുക. 22.74 അത് എത്ര ദൂരത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്? ഇത്രയും ഡിസ്റ്റൻസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.43യുടെ പകുതിയെ ആക്ട് ചെയ്യുന്നുള്ളൂ. 2.43/2. ഓക്കെ, അത് ആക്ട് ചെയ്യുന്ന പോയിൻറ്റും ഈ മിഡ് പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2.43/2 × 2. ദാറ്റ് ഈസ് 2.43/4. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 71.4 കിലോ ന്യൂട്ടൺ മീറ്റർ. 71.40 കിലോ ന്യൂട്ടൺ മീറ്റർ. മനസ്സിലായല്ലോ? സോ ഇങ്ങനെയാണ് നമുക്ക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മാക്സിമം മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ് ബൈ ദിസ് സ്ലാബ്, അല്ലെങ്കിൽ ഈ വേസ്റ്റ് സ്ലാബ് കാൽക്കുലേറ്റ് ചെയ്യുന്ന റെസിസ്റ്റ് ചെയ്യേണ്ട മാക്സിമം മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, നമ്മൾ സ്ലാബിലെ പോലെ വെറുതെ ഒരു WL²/8 ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതല്ല മാക്സിമം മൊമെൻറ്റ് ഇൻ സ്റ്റെയർ കേസ്. ഓക്കെ, ഫൈൻ. മാക്സിമം മൊമെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സ്ലാബിൽ വി ഷുഡ് എൻഷുർ ദാറ്റ് mu ഈസ് ലെസ് ദാൻ mu ലിമിറ്റ്. ഫൈൻഡിങ് mu ലിമിറ്റ്. ഓക്കെ, സോ mu ലിമിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. mu ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 FCK BXU max into D minus 0.42 XU max. Okay, 0.36 into FCK is 20 and B, width of the beam strip എത്രയായിരുന്നു? സ്ലാബ് സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എത്രയായിരുന്നു? 1000 millimeter. 1 meter സ്ട്രിപ്പാണ് എടുത്തത്. ഓക്കെ, ഇൻറ്റു XU max.
നമ്മൾ FE4 15 ഗ്രേഡ് സ്റ്റീലാണ്. സോ XU max is 0.48 D. 0.48 ഇൻറ്റു ഇഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ഡി എത്രയാണ് കിട്ടിയത്? നമുക്ക് 235 mm ആണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇൻറ്റു 235 മൈനസ് 0.42 ഇൻറ്റു XU max again 0.48 D 235. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടും 152.4 ഇൻറ്റു 10 പവർ 6 152.40 ഇൻറ്റു 10 പവർ 6 ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഇൻ കിലോ ന്യൂട്ടൺ മീറ്റർ ആക്കുമ്പോൾ 152.40 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സോ ദിസ് ഈസ് MU ലിമിറ്റ്. നമുക്ക് MUവിൻ്റെ വാല്യൂ കിട്ടിയത് 71.4. സിൻസ് MU is less than MU limit implies this design is safe. Okay, so അതായി MU ലിമിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്. സോ ഫൈൻഡിങ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കണം. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷനാണ് MU is equal to 0.36 FCK BXU ഇൻറ്റു D മൈനസ് 0.42 XU. സോ ഇതിനകത്ത് XU ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും നമുക്കറിയാം. MUവിൻ്റെ വാല്യൂ അറിയാം, 71.4 ഇൻറ്റു 10 പവർ 6 ന്യൂട്ടൺ മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 0.36 ഇൻറ്റു 20 ഇൻറ്റു 1000 ഇൻറ്റു XU into 235 minus 0.42 XU. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടുന്നത്. യു ഗെറ്റ് ഇറ്റ് as 3024 XU സ്ക്വയർ മൈനസ് 169,200 XU പ്ലസ് 71.4 ഇൻറ്റു 10 പവർ 6 ഈസ് ഈക്വൽ ടു 0. ഇതിനകത്ത് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. സോൾവ് ചെയ്യുമ്പോൾ XUവിൻ്റെ വാല്യൂ എടുക്കുക. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 46 millimeter. 46 millimeter. ഓക്കെ, 46 millimeter എന്ന് കിട്ടി. അപ്പോൾ അടുത്ത നെക്സ്റ്റ് എന്താണ്? ഫൈൻഡിങ് XU max. XU max ഈസ് ഈക്വൽ ടു 0.48 D ആണ് നമുക്കറിയാം ഫോർ FE4 15 ഗ്രേഡ് സ്റ്റീൽ. So for 0.48 into 235 substitute here, you will get it as 112.80 millimeter. So since XU is less than XU max, this is an under reinforced section. Okay, this is an under reinforced section, therefore safe. Very safe design. You can continue now. So depth of neutral axis I. Now you can find the area of main bars. Okay, AST value കണ്ടുപിടിക്കണം. Find main bars. Main bars കണ്ടുപിടിക്കണം. അതിന് ഇതേ ഇക്വേഷൻ ഓഫ് XU ഉപയോഗിക്കുക. XUവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 0.87 FY AST divided by 0.36 FCK B. ഇതിനകത്ത് XUവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 46 is equal to 0.87 into 415 AST divided by 0.36 FCK. FCK is 20 into B is 1000. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ AST എത്ര കിട്ടും? AST you will get it as equal to 917 millimeter square. 917 millimeter square. AST കിട്ടി. നമുക്ക് ഒരു ബാർ ഡയമീറ്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ you can find the spacing between the bars. So assume 12 mm diameter bars. 12 mm dia bars. Assume ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പേസിംഗ് കണ്ടുപിടിക്കാം. സ്പേസിംഗ് S is equal to 1000 AB by AST. അതാണ് ഇക്വേഷൻ. 1000 into
AB is diameter of area of cross section of 1 bar, pi by 4 into 12 square divided by AST 917. ഇത് ചെയ്യുമ്പോൾ സ്പേസിങ് നമുക്ക് കിട്ടുന്നത് 123 millimeter എന്ന് കിട്ടും. സ്പേസിങ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 123 millimeter. ഓക്കെ, ഇനി സ്പേസിങ് ചെക്കാണ് ചെയ്യേണ്ടത്. സ്പേസിങ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3D or 300 mm, whichever is minimum. ഓക്കെ, സോ അത് ചെക്ക് ചെയ്യുക. 3D എന്ന് പറഞ്ഞാൽ 3 into 235 ഈക്വൽ ടു എത്ര കിട്ടും? 3 into 235 എന്ന് പറഞ്ഞാൽ 705 millimeter ആണ്, ഓർ 300 mm, whichever is minimum ആണ്. സോ ഇതിലെ ഏറ്റവും മിനിമം 300 mm ആണ്. സോ 300 mm കുറഞ്ഞൊരു സ്പേസിംഗ് ആണ് നമ്മൾ ഇവിടെ കിട്ടിയത്. സോ 123 ഫീൽഡ് കണ്ടീഷൻസിൽ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് 120 millimeter, ഇതിനേക്കാളും എപ്പോഴും കുറഞ്ഞായിരിക്കും സ്പേസിംഗ് ചൂസ് ചെയ്യുന്നത്, ഒരിക്കലും ഇതിനേക്കാളും കൂടാൻ പാടില്ല. സോ പ്രൊവൈഡ് മെയിൻ ബാർസ് 12 mm dia മെയിൻ ബാർസ് അറ്റ് 120 mm center to center. ഓക്കെ, സോ മെയിൻ ബാർസ് ആയി. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫൈൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളത് എന്താണ്? എപ്പോഴും മിനിമം സ്റ്റീൽ ഏരിയ വേണം ഡിസ്ട്രിബ്യൂഷൻ ബാറായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡഡ് ആസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എത്രയാണ്? എപ്പോഴും മിനിമം ഏരിയ ആണ്, ദാറ്റ് ഈസ് AST മിനിമം ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എത്രയാണ് AST മിനിമം? 0.12% ഓഫ് ഗ്രോസ് ഏരിയ. 0.12 by 100 ഇൻറ്റു ഗ്രോസ് ഏരിയ എന്ന് പറഞ്ഞാൽ 1 meter വൈഡ് സ്ട്രിപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. സോ 1 meter ഇൻറ്റു ഡെപ്ത് ഓഫ് ദ സെക്ഷൻ 260 millimeter. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 312 millimeter സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ ഞാനൊരു 8 mm ഡയ ബാർ അസ്യൂം ചെയ്യാം. അസ്യൂം 8 mm ഡയ ബാർസ്. അത് വെച്ച് സ്പേസിങ് കണ്ടുപിടിക്കുക. സ്പേസിങ് S is equal to 1000 AB by AST. So 1000 into pi by 4 into 8 square by AST is 312. You will get it as around 161 millimeter. 161 millimeter എന്ന് കിട്ടും. ഓക്കെ, സ്പേസിങ് ചെക്ക് ചെയ്യുക. S should be less than or equal to 5D or 450 millimeter, whichever is less than or equal to 5 into 235 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 into 235 1175 എന്ന് കിട്ടും, or 450, whichever is less. ഇതിൽ സ്മോളർ എന്ന് പറഞ്ഞാൽ 450 millimeter ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സ്പേസിങ് 161 millimeter, ദാറ്റ് ഈസ് ലെസ് ദാൻ 450 millimeter. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യാം. 161 millimeter ഫീൽഡിൽ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം നമ്മൾ 150 ആയിരിക്കും കുറച്ചും കൂടെ കൊടുക്കാൻ നല്ലത്. സോ പ്രൊവൈഡ് 8 mm ഡയ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് at 150 millimeter center to center. സോ ഇങ്ങനെയാണ് സ്റ്റെയർ കേസ് ഡിസൈൻ. സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു സ്റ്റെയർ കേസ് ഡിസൈനിൽ ആദ്യത്തെ ജോമെട്രിക് പാരാമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കണ്ടുപിടിക്കുക, അതിൻ്റെ ഫിഗർ വരയ്ക്കുക, ഇഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുക. ഇഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ സ്ലാബിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ അതേപടി ഫോളോ ചെയ്യുക.
ലോഡ് ഓൺ ഗോയിങ് കണ്ടുപിടിക്കുക, ലോഡ് ഓൺ ലാൻഡിങ് കണ്ടുപിടിക്കുക, ഓരോന്നും ഫാക്ടേർഡ് ലോഡാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മുടെ ഫിഗർ പ്രകാരം നമ്മൾ ഒരു ഇക്വലൻ്റ് ബീം വരയ്ക്കുക. ആ ബീമിൽ ലോഡിങ് ഓരോ പോർഷനിലെ ലോഡിങ് കൊടുക്കുക, മിഡ് സ്പാനിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ മിഡ് സ്പാനിലെ മൊമെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയേഴ്സിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. വൺ വേ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത് പോലെ ഉള്ളൂ. വൺ വേ സ്ലാബിൻ്റെ പ്രൊസീജിയേഴ്സ് അതുപോലെ ഫോളോ ചെയ്ത് നമുക്ക് മെയിൻ ബാർസും ഡിസ്ട്രിബ്യൂഷൻ ബാർസും കണ്ടുപിടിക്കാം.